ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൊഫസർ PS വേലായുധൻ്റെ ലോകചരിത്രത്തിലെ 15ാമത്തെ ചാപ്റ്ററാണ് പ്രാചീന ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങൾ എന്നുള്ളത്. ഒരു നഗരവും അതിൻ്റെ ചുറ്റുപാടുമുള്ള ഏതാനും കാർഷിക ഗ്രാമങ്ങളും ചേർന്നതായിരുന്നു നഗരരാഷ്ട്രം. ഈജിപ്ത്, മെസൊപ്പൊട്ടേമിയ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളിൽ നാഗരികത നമ്പെടുത്തത് നഗരരാഷ്ട്രങ്ങളിലാണ്. ക്രമേണ അവ വളർന്ന് സംസ്ഥാനങ്ങളും സാമ്രാജ്യങ്ങളുമായി വികസിച്ചു. എന്നാൽ ഗ്രീസ് ആകട്ടെ അന്യാധീനപ്പെട്ടതുവരെ ആദ്യന്തം അനേക സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെ നാടായിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഒരു വൻകരയും അതിന് സമീപം മെഡിറ്ററേനിയൻ കടലിലെ നിരവധി ദ്വീപുകളും കൂടിച്ചേർന്ന ഒരു രാജ്യമായിരുന്നു ഗ്രീസ്. ഒരു ഉപദ്വീപായ വൻകര പർവ്വതനിരകളാൽ നിബിഡമായ ഭൂപ്രദേശമായിരുന്നു. വിലങ്ങും തലങ്ങുമായി നീണ്ടുകിടന്നിരുന്ന പർവ്വതനിരകളുടെ ഇടയിലുള്ള താഴ്വരകളിലാണ് നഗരരാഷ്ട്രങ്ങൾ ഉടലെടുത്തത്. അതിനാൽ ഓരോ നഗരരാഷ്ട്രവും ഇതര നഗരരാഷ്ട്രങ്ങളുമായി പർവ്വത ഭിത്തികളാൽ വേർതിരിക്കപ്പെടുകയും തന്നിമിത്തം അവ പ്രായണ പരസ്പര സമ്പർക്കമില്ലാതെ വർത്തിക്കുകയുമാണ് ചെയ്തിരുന്നത്. ദ്വീപുകളിൽ വളർന്നു വന്ന നഗരരാഷ്ട്രങ്ങളാകട്ടെ സമുദ്ര ജലനിരപ്പിൽ പരസ്പരം വേർതിരിക്കപ്പെട്ടതുകൊണ്ട് മിക്കവാറും ഒറ്റപ്പെട്ട് നിലനിൽക്കുകയായിരുന്നു. മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ നഗരരാഷ്ട്രങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ഐക്യരാഷ്ട്രം സൃഷ്ടിക്കുക സുസാധ്യമായിരുന്നില്ല. ഈ നഗരരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഏതാനും ചതുരശ്ര മൈൽ മാത്രം വിസ്തൃതിയുള്ള രാജ്യങ്ങളായിരുന്നു. ഇവയിൽ ഏറ്റവും വലുപ്പമേറിയ സ്പാർട്ടയുടെ വിസ്തീർണം വെറും 3000 ചതുരശ്ര മൈലായിരുന്നു. മറ്റൊരു വലിയ നഗരരാഷ്ട്രമായ ഏതൻസിൻ്റെ വിസ്തീർണം 1000 ചതുരശ്ര മൈലിലധികം ഉണ്ടായിരുന്നില്ല. ശരാശരി കണക്കനുസരിച്ച് ഒരു നഗരരാഷ്ട്രത്തിൻ്റെ വിസ്തീർണം കേവലം 100 ചതുരശ്ര മൈൽ ആയിരുന്നു. ഗ്രീക്കുകാർ ആദ്യം ഗ്രാമങ്ങളിലാണ് ജീവിച്ചിരുന്നത്. ശത്രുക്കളുടെ ആക്രമണ സമയത്ത് അഭയസ്ഥാനമായി മാത്രമാണ് അവർ നഗരങ്ങളെ ആശ്രയിച്ചിരുന്നത്. കാലക്രമത്തിൽ പല ഗ്രാമങ്ങളിലെയും ജനങ്ങളെ ഒന്നിച്ചു ചേർന്ന് പൊതു സംരക്ഷണത്തിനും പൊതുഭരണത്തിനും വേണ്ടി ഒരു സമുദായമായി സംഘടിച്ചു. ഇങ്ങനെ സംഘടിച്ച സമുദായത്തിന് ഗ്രീക്ക് ഭാഷയിൽ പോളീസ് എന്നറിയപ്പെടുന്നു. പോളീസ് ആണ് നഗരരാഷ്ട്രം. ഒരു പോളീസിൻ്റെ കേന്ദ്രസ്ഥാനം താഴ്വരകളുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നിൻ്റെ ഉപരിതലമായിരിക്കും. പല ഗ്രീക്ക് താഴ്വരകളും മറിച്ചുവെച്ച സോസറിൻ്റെ ആകൃതിയിലായിരുന്നു. കുന്നിന് പുറം തലസ്ഥാനമായും ശത്രുക്കളുടെ ആക്രമണത്തെ തടയാനുള്ള കോട്ടയായും ഉപകരിച്ചിരുന്നു. നഗരരാഷ്ട്രങ്ങളിലെ പൗരന്മാർ രാഷ്ട്രവുമായുള്ള താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. നഗരരാഷ്ട്രങ്ങൾ തമ്മിൽ കൂട്ടിയിണക്കാൻ സഹായകമായ ചില സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഗ്രീസിലെ ദേവാലയങ്ങളെ നിയന്ത്രിച്ചിരുന്ന മതസമിതികളിലേക്ക് എല്ലാ നഗരരാഷ്ട്രങ്ങളും പ്രതിനിധികളെ അയച്ചിരുന്നു. മതപരമായ ഉത്സവങ്ങൾ എല്ലാ നഗരരാഷ്ട്രങ്ങളിലെ ജനങ്ങളെയും ഒന്നിച്ചുകൂടാൻ സഹായിച്ചു. ഗ്രീക്കുകാരുടെ ദേശീയ വിനോദമായ ഒളിമ്പിക് കായിക മത്സരങ്ങൾ മറ്റൊരു ദേശീയോത്ഗ്രഥന ഘടകമായിരുന്നു. ഹോമറുടെ മഹാകാവ്യങ്ങൾ എല്ലാ ഗ്രീക്കുകാരുടെയും പൈതൃകമായി ഗണിക്കപ്പെട്ടതുകൊണ്ട് അവരുടെ ഇടയിൽ വൈകാരിക ഐക്യം വളർത്താൻ അവ അത്യന്തം ഉപകരിച്ചു. ഗ്രീക്കുകാർ വിദേശികളെ പൊതുശത്രുക്കളായും തങ്ങളെക്കാൾ താണ കൂട്ടരായും വീക്ഷിച്ചിരുന്നതുകൊണ്ട് അവരെ നേരിടുന്നതിൽ സ്വാഭാവികമായി ഒത്തൊരുമയുണ്ടായിരുന്നു. അങ്ങനെ പലതരം ഐക്യശക്തികൾ ഉണ്ടായിരുന്നെങ്കിലും അനൈക്യശക്തികൾ അവയേക്കാൾ പ്രബലമായി വർത്തിച്ചിരുന്നതുകൊണ്ട് ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങൾ തമ്മിൽ സ്ഥായിയായ യോജിപ്പ് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. എല്ലാ നഗരരാഷ്ട്രങ്ങളുടെയും ഭരണ സംവിധാനത്തിൻ്റെ പരിണാമദശകൾ മിക്കവാറും ഒരേ വിധത്തിലായിരുന്നു. ആദ്യം രാജാധികാരവും അതിനെ തുടർന്ന് പ്രഭുക്കന്മാരുടെ ഭരണവും നിലവിൽ വന്നു. പ്രഭുത്വ ഭരണം അധപതിച്ചപ്പോൾ സമർത്ഥന്മാരായ വ്യക്തികൾ അധികാരം പിടിച്ചെടുക്കുകയും അങ്ങനെ ഏകാധിപത്യം സ്ഥാപിതമാവുകയും ചെയ്തു. ഏകാധിപതി ടൈറന്റ് എന്ന പേരിലായിരുന്നു അറിയപ്പെടുന്നത്. ഇന്ന് ടൈറന്റ് എന്ന വാക്കിന് ജനദ്രോഹിയായ ഭരണാധികാരി എന്നാണ് അർത്ഥം. എന്നാൽ ഗ്രീസിൽ ആദ്യഘട്ടത്തിൽ ടൈറന്റ് ഭരണം ജനകീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നില്ല. ചില ടൈറന്റുകൾ പ്രഭുക്കന്മാരുടെ സ്വേച്ഛാധികാരം അടിച്ചമർത്തി ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നവരാണ്. ഉദാഹരണമായി കൊറിന്ത് എന്ന നഗരരാഷ്ട്രത്തിലെ ടൈറന്റായിരുന്ന പെരിയാൻഡർ ഉത്തമനും സമർത്ഥനും ജനസമ്മതനുമായ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം കലകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും പ്രകടിപ്പിച്ചിരുന്നു. വിദേശീയരായ പല കലാകാരന്മാരും കവികളും അദ്ദേഹത്തിൻ്റെ അരമനയിൽ വന്നു ചേർന്നിരുന്നു. പെരിയാൻഡറെ പോലെ തന്നെ ജനകീയ താല്പര്യങ്ങളിലെ ശ്രദ്ധാലുക്കളായ വേറെയും ടൈറന്റുമാരുണ്ടായിരുന്നു. ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളിൽ ജനായത്ത ഭരണത്തിന് കളമൊരുക്കിയത് ടൈറന്റുമാരാണെന്ന് പറയാം. അവർ പ്രഭുക്കന്മാരുടെ ശക്തി അടിച്ചമർത്തി രാജ്യത്ത് സമാധാനവും നിയമപരിപാലനവും സുദൃഢമാക്കി. കച്ചവടവും വ്യവസായവും കലയും സാഹിത്യവും അഭിവൃദ്ധിപ്പെടുത്തി. കുടിയാന്മാർക്ക് മോചനം നൽകി. എന്നിരുന്നാലും
ടൈറന്റ് ഭരണം അധികകാലം നീണ്ടു നിന്നില്ല. കാലക്രമത്തിൽ ടൈറന്റുമാർ പലരും സ്വാർത്ഥമോഹികളും ജനദ്രോഹികളുമായി തീർന്നു. അങ്ങനെ ഏകാധിപത്യ ഭരണം പ്രജാ ഭൂപ്രഭുത്വത്തിന് വഴിമാറി കൊടുക്കേണ്ടി വന്നു. ഈ ഭരണ സമ്പ്രദായത്തിന് ഗ്രീക്കുകാർ നൽകിയ പേര് ഡെമോക്രസി എന്നാണ്. ജനങ്ങൾ എന്നാണ് ഡെമോസ് എന്ന വാക്കിന്റെ അർത്ഥം. ജനങ്ങളുടെ ഭരണമാണ് ഡെമോക്രസി. ഇന്ന് നമുക്ക് സുപരിചിതമായ ഡെമോക്രസി പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. എന്നാൽ ഗ്രീക്ക് ഡെമോക്രസിയിൽ ഭരണാധികാരത്തിൽ പങ്കുചേരാൻ അർഹരായ പൗരന്മാര് ജനങ്ങളിൽ ഒരു ചെറിയ വിഭാഗം മാത്രമായിരുന്നു. എന്തെന്നാൽ നഗരത്തിലെ ജനസംഖ്യയിലെ ഭൂരിഭാഗവും അടിമകളായിരുന്നു. അവർക്കും സ്ത്രീകൾക്കും പൗരാവകാശം ഉണ്ടായിരുന്നില്ല. അതിനാൽ ഗ്രീക്ക് ഡെമോക്രസി അരിസ്റ്റോക്രസി അഥവാ പ്രഭുത്വ ഭരണത്തിന്റെ ഒരു വിസ്തരിച്ച പതിപ്പ് മാത്രമായിരുന്നു. കാലക്രമത്തിൽ ഗ്രീക്ക് ഡെമോക്രസി അധപതിക്കുകയും ഒടുവിൽ സ്വയം നശിക്കുകയും ചെയ്തു. വിവരമില്ലാത്തവരും വികാരത്തിന്റെ അടിമകളുമായ പൊതുജനത്തിന്റെ കയ്യിൽ ഭരണം ചെന്നു ചേർന്നതായിരുന്നു ഇതിന് കാരണം. ഇനി സ്പാർട്ടയെക്കുറിച്ച് പറയാം. ഗ്രീക്ക് വൻകരയുടെ തെക്കേ അറ്റത്ത് യുറോട്ടസ് എന്ന നദിയുടെ സമൃദ്ധമായ ജലപ്രവാഹത്താൽ ഫലഭൂയിഷ്ഠമായ ഒരു സാനുപ്രദേശമുണ്ട്. ഹിമാവൃതമായ പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് മതിൽകെട്ടിനകത്തെ ഉദ്യാനം പോലെ സ്ഥിതി ചെയ്തിരുന്ന ഈ ഭൂപ്രദേശത്തിന് ലക്കോണിയ അഥവാ ലാസിഡിമോൺ എന്നായിരുന്നു പേര്. ഡോറിയന്മാർ എന്ന ഗ്രീക്ക് ജനസമൂഹം ഈ പ്രദേശം ആക്രമിച്ച് കീഴടക്കി അവിടെ കുടിയേറി പാർക്കുകയും അവിടുത്തെ ആദിമനിവാസികളെ അടിമകളും ഭൃത്യന്മാരുമാക്കുകയും ചെയ്തു. അവരുടെ തലസ്ഥാനമായിരുന്നു സ്പാർട്ട നഗരം. യൂറോട്ടസ് നദീതീരത്ത് 5 ഗ്രാമങ്ങൾ സംയോജിച്ചതാണ് ഈ നഗരം. സ്പാർട്ടയിൽ വളർന്നു വന്ന ജനപ്പെരുപ്പ പ്രശ്നത്തിന് പരിഹാരമായി അവിടുത്തെ പ്രഭുവർഗം BC 8-ാം നൂറ്റാണ്ടിൽ അയൽ രാജ്യമായ മൈസീനിയ ആക്രമിച്ചു. ഈ ആക്രമണത്തെ മൈസീനിയക്കാർ 20 കൊല്ലക്കാലം സാഹസികമായി ചെറുത്തുനിന്നുവെങ്കിലും ഒടുവിൽ അവർ പരാജയപ്പെടുകയും മൈസീനിയ സ്പാർട്ടൻ രാഷ്ട്രത്തിൽ ലയിക്കുകയും ചെയ്തു. പക്ഷേ മൈസീനിയക്കാരുടെ ഇടയിൽ അടുത്ത നൂറ്റാണ്ടിൽ സ്പാർട്ടൻ മേധാവിത്വത്തിനെതിരായി വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഈ ലഹളയിൽ അയൽ രാജ്യങ്ങൾ മൈസീനിയയെ സഹായിക്കുകയും ചെയ്തു. എന്നാൽ രണശൂരന്മാരായ സ്പാർട്ടൻ പ്രഭുക്കന്മാർ ലഹള അടിച്ചമർത്തിയെന്നു മാത്രമല്ല, ഭാവിയിൽ ലഹളകൾ ഉണ്ടാകാതിരിക്കാൻ ഏതാനും നിശ്ചിത നിയമങ്ങൾ വഴി പട്ടാള ഭരണം അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു. ലൈക്കർഗസ് എന്ന പേരായ നിയമകർത്താവ് നിർമ്മിച്ചവയാണ് ഈ നിയമങ്ങളിൽ പ്രധാനപ്പെട്ടവ. സ്പാർട്ടയിലെ ഭരണകൂടം ഒരു പ്രത്യേക തരത്തിലുള്ളതായിരുന്നു. അത് യഥാർത്ഥ രാജഭരണത്തിന്റെ ചട്ടക്കൂടിലുള്ള പ്രഭുത്വ ഭരണമായിരുന്നു. രാജാവ് ഒരേ സമയത്ത് ഒന്നല്ല രണ്ടുണ്ടായിരുന്നു. 2 പേർക്കും ഒരേ സ്ഥാനവും അധികാരവുമായിരുന്നു. എന്നാൽ അവരുടെ അധികാരങ്ങൾക്ക് വ്യക്തമായ പരിമിതി ഉണ്ടായിരുന്നു. ഭരണകൂടത്തിലെ മറ്റു സ്ഥാപനങ്ങൾ കൗൺസിലും അസംബ്ലിയും എഫറേറ്റും ആയിരുന്നു. 2 രാജാക്കന്മാരും 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള 28 പ്രഭുക്കന്മാരുമായിരുന്നു ജെറൂഷ്യ എന്നു പേരായ കൗൺസിലിലെ പൂർണ്ണമായ പൗരത്വം ലഭിച്ച പ്രഭുക്കന്മാരായിരുന്നു അപ്പേല എന്നു പേരായ അസംബ്ലിയിലെ അംഗങ്ങൾ. എഫർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന 5 ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ബോർഡ് ഓഫ് 5 എഫേഴ്സ് ആയിരുന്നു എഫറ്റേറ്റ്. ഒരു കൊല്ലക്കാലത്തേക്ക് അസംബ്ലിയിലെ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുന്നവരായിരുന്നു എഫർമാർ. ഭരണാധികാരത്തിന്റെ താക്കോൽ ഇവരുടെ കൈകളിലായിരുന്നു. അവരാണ് സെനറ്ററിന്റെയും അസംബ്ലിയുടെയും സമ്മേളനങ്ങളിൽ അധ്യക്ഷസ്ഥാനം വഹിച്ചിരുന്നത്. അവർ ഭരണത്തിന്റെ മേൽനോട്ടം വഹിക്കുകയും സെനറ്റ് വിചാരണ ചെയ്തിരുന്ന കേസുകളിൽ കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തിരുന്നു. രാജാക്കന്മാരെ സ്ഥാനഭ്രഷ്ടമാക്കാനും അവർക്ക് അധികാരമുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ എഫറേറ്റ് ആയിരുന്നു യഥാർത്ഥ ഗവൺമെന്റ്. സ്പാർട്ടൻ ഭരണ സംവിധാനത്തിൽ സാമാന്യ ജനങ്ങൾക്ക് യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. സ്പാർട്ടയിലെ സാമൂഹിക വ്യവസ്ഥയിൽ 3 സമുദായങ്ങൾ ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് വന്ന് ആക്രമിച്ച് സ്പാർട്ട കീഴടക്കിയ പൂർവികന്മാരുടെ അനന്തരഗാമികളായ പ്രഭുക്കന്മാരായിരുന്നു മുകൾ തട്ടിൽ. അവർ ജനസംഖ്യയിൽ ഏകദേശം 5% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് താഴെയുള്ള സമുദായം പെരിയീസി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. പെരിയീസി എന്ന പദത്തിന് ചുറ്റുപാടും താമസിക്കുന്നവർ എന്നായിരുന്നു അർത്ഥം. സ്പാർട്ടയുടെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവരാണ് ഇക്കൂട്ടർ. പ്രഭുക്കന്മാരുടെയും അടിയാന്മാരുടെയും മധ്യവർത്തികളായിരുന്നു പെരിയീസി. അവരുടെ പ്രധാന തൊഴിൽ കച്ചവടവും വ്യവസായവുമായിരുന്നു. ഏറ്റവും താഴ്ന്ന സമുദായക്കാരായിരുന്നു ഹെല്ലറ്റുകൾ. ഹെല്ലാസ് എന്നു പേരായ നഗരത്തിൽ നിന്ന് സ്പാർട്ടന്മാർ അടിമകളാക്കി കൊണ്ടുപോകുന്നതുകൊണ്ടാണ് അവരെ ഹെല്ലറ്റുകൾ എന്ന് വിളിച്ചിരുന്നത്. അവർ സ്പാർട്ടൻ ജന്മികളുടെ ഭൂമിയിൽ വേല ചെയ്യുന്ന അടിയാന്മാരായിരുന്നു. അവർക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല. പട്ടിത്തോൽ കൊണ്ടുള്ള തൊപ്പിയും ചെമ്മരിയാട്ടിൻ തോൽ കൊണ്ടുള്ള ദേഹാവരണവും ധരിക്കേണ്ടിയിരുന്നു. അവരുടെ നടപടികളെപ്പറ്റി രഹസ്യമായി അന്വേഷിക്കാൻ രഹസ്യ പോലീസിനെ നിയമിച്ചിരുന്നു.
അനുസരണക്കേടിന്റെ ലാഞ്ചന വല്ലതും കണ്ടാൽ വധശിക്ഷയായിരുന്നു അനുഭവം. ഭൂമിയുടെ ഉടമസ്ഥത കൈമാറുമ്പോൾ ഭൂമിയിലെ പണിക്കാരായ ഹെല്ലറ്റുകളുടെ ഉടമസ്ഥതയും കൈമാറാറുണ്ടായിരുന്നു. അങ്ങനെ മണ്ണിന്റെ മക്കളായ ഹെല്ലറ്റുകളുടെ സ്ഥിതി മണ്ണിനേക്കാൾ കഷ്ടമായിരുന്നു. ഒട്ടും വീഴ്ചയില്ലാത്ത ശിക്ഷണമായിരുന്നു സ്പാർട്ടയിലെ പ്രഭുകുടുംബത്തിൽ ജനിച്ച ഒരു പൗരന് വിധിക്കപ്പെട്ടിരുന്നത്. ജനനം മുതൽ മരണം വരെ അതിനിശ്ചിതമായ അച്ചടക്കത്തിന്റെ ചട്ടക്കൂടിൽ അന്തസ്സുള്ള അടിമത്തത്തിൽ ജീവിക്കേണ്ട ദുര്യോഗത്തിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാനാവുമായിരുന്നില്ല. ഒരു കുട്ടി ജനിച്ചാൽ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥ സമിതിയുടെ മുമ്പിൽ ഹാജരാക്കും. കുട്ടി ജീവിക്കണമോ മരിക്കണമോ എന്ന് തീർച്ചയാക്കേണ്ടത് ഈ സമിതിയാണ്. കുട്ടി ആരോഗ്യമില്ലാത്തതോ അംഗവൈകല്യമുള്ളതോ ആണെങ്കിൽ അതിനെ മലമുകളിൽ കിടത്തി അന്ത്യശ്വാസം വലിപ്പിക്കാം. ജീവിക്കണമെന്നാണ് സമിതി തീരുമാനിക്കുന്നതെങ്കിൽ പിന്നീട് അങ്ങോട്ട് കല്ലും മുള്ളും നിറഞ്ഞ ഒരു ജീവിത പരിപാടി അതിൻ്റെ മുമ്പിൽ നിരത്തിവെക്കുകയായി. ആൺകുട്ടികളെ 7ാമത്തെ വയസ്സിൽ സ്വഭവനത്തിൽ നിന്ന് വേർപ്പെടുത്തി പ്രത്യേക പരിശീലന ക്യാമ്പുകളിലേക്ക് അയക്കും. അവർക്ക് നൽകുന്ന വിദ്യാഭ്യാസം മുഖ്യമായും സൈനിക ജീവിതത്തിനുള്ള പരിശീലനമാണ്. സ്പാർട്ടയിലെ വിദ്യാഭ്യാസ പദ്ധതിയിൽ വിദ്യാഭ്യാസത്തേക്കാൾ സ്വഭാവ സംസ്കരണത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. ആൺകുട്ടികളെ ആഹാരവും പലഹാരവും മോഷ്ടിക്കാൻ പരിശീലിപ്പിച്ചിരുന്നു. മോഷണം കുട്ടികളിൽ ധൈര്യശീലവും കൗശലവും വളർത്തുമെന്നുള്ള തത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്. കുട്ടികളുടെ സഹനശക്തി പരീക്ഷിക്കാൻ കൊല്ലത്തിലൊരിക്കൽ ശരീരം പൊട്ടി രക്തം പ്രവഹിക്കുന്നതുവരെ പ്രഹരിക്കുന്നതൊരു ചടങ്ങായിരുന്നു. 20 വയസ്സിനും 30 വയസ്സിനും മധ്യേ ഓരോ പ്രഭുകുമാരനും രാഷ്ട്രത്തിനു വേണ്ടി ജീവിത സമർപ്പണം ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അയാൾക്ക് യുദ്ധമല്ലാതെ മറ്റൊരു തൊഴിലും സ്വീകരിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. അയാൾ സ്വർണവും വെള്ളിയും പണവും കൈവശം വയ്ക്കാൻ പാടില്ലായിരുന്നു. പെൺകുട്ടികൾക്ക് അവരുടെ ഭാവി സന്താനങ്ങൾ ആരോഗ്യ ദൃഢഗാത്രരായി തീരാൻ കഠിനമായ കായിക പരിശീലനം നൽകിയിരുന്നു. സ്പാർട്ടയിലെ സാമ്പത്തിക വ്യവസ്ഥിതി സൈനിക സമുദായത്തിന്റെ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതായിരുന്നു. രാജ്യത്തെ ഏറ്റവും നല്ല ഭൂമി സ്റ്റേറ്റ് ഉടമസ്ഥതയിലായിരുന്നു. അത്തരം ഭൂമി പ്രഭുക്കന്മാർക്ക് സമമായി വിഭജിച്ചു കൊടുത്തിരുന്നു. ഇങ്ങനെ നൽകപ്പെട്ട ഭൂമി കൈമാറാനോ വിൽക്കാനോ പാടില്ലെന്നുള്ള വ്യവസ്ഥ കാലക്രമത്തിൽ പരിപാലിക്കപ്പെടാതായി. തന്മൂലം സമുദായത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. സ്പാർട്ടയുടെ സാമ്പത്തിക ഘടന കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നുവെന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഭൂമിയും അതിലെ വേലക്കാരായ ഹെല്ലറ്റുകൾ കൂട്ടുടമയിലായിരുന്നുവെന്നും പ്രഭുകുടുംബങ്ങളായ യുവാക്കന്മാരുടെ ക്യാമ്പുകളിലെ ജീവിതം കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നുവെന്നുള്ള വസ്തുതയുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു അഭിപ്രായം ഉയർന്നു വന്നത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥിതി വാസ്തവത്തിൽ സ്പാർട്ടയിൽ ഉണ്ടായിരുന്നില്ല. സ്പാർട്ടയിലെ പ്രഭുക്കന്മാർ അവരുടെ അടിയാന്മാരെ കൊണ്ട് വേല ചെയ്യിപ്പിച്ചാണ് ജീവിച്ചിരുന്നത്. രാഷ്ട്രീയ അവകാശങ്ങൾ പ്രഭുക്കന്മാരുടെ കുത്തകയായിരുന്നു. പട്ടാള മേധാവിത്വം, രഹസ്യ പോലീസ്, ന്യൂനപക്ഷ ഭരണം, സാമ്പത്തിക ഉച്ചനീചത്വം എന്നീ സവിശേഷതകളടങ്ങിയ സ്പാർട്ടൻ സാമൂഹിക വ്യവസ്ഥിതി കമ്മ്യൂണിസത്തെക്കാളധികം ഫാസിസത്തെയാണ് അനുസ്മരിപ്പിക്കുന്നത്. പട്ടാള മേധാവിത്വത്തിൽ വളർന്നു വന്ന സ്പാർട്ടൻ രാഷ്ട്രം അന്യദേശങ്ങൾ പടവെട്ടിപ്പിടിക്കുവാൻ അത്യാസക്തി കാണിച്ചതിൽ അത്ഭുതപ്പെടാനില്ല. ഒരു വലിയ വാണിജ്യ കേന്ദ്രമായിരുന്ന ആർഗോസ് എന്ന പട്ടണം സ്പാർട്ടന്മാർ ആക്രമിച്ചു കീഴടക്കി. പിന്നീട് അവർ ലക്കോണിയയുടെ വടക്കുഭാഗത്ത് ആർക്കേഡിയന്മാരുടെ അധീനതയിലിരുന്ന രാജ്യം ആക്രമിച്ചുവെങ്കിലും വിജയം വരിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതുമുതൽ അവരുടെ വിദേശ നയത്തിൽ വ്യതിയാനമുണ്ടായി. അയൽ രാജ്യക്കാരെ ശത്രുക്കളായി കണക്കാക്കി അവരെ കീഴടക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവരെ ബന്ധുക്കളായി പരിഗണിച്ച് അവരുടെ സഖ്യത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. BC 6-ാം നൂറ്റാണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് അക്കേയ, ആർഗോസ് എന്നിവയൊഴിച്ച് പെലപ്പൊണേഷ്യൻ ഉപദ്വീപിലെ എല്ലാ നഗരരാഷ്ട്രങ്ങളെയും സ്പാർട്ട കൂട്ടിയിണക്കി. ഇങ്ങനെ സ്പാർട്ടൻ നേതൃത്വത്തിൽ ഒന്നുചേർന്ന നഗരരാഷ്ട്ര സമൂഹം പെലപ്പൊണേഷ്യൻ ലീഗ് എന്ന പേരിൽ അറിയപ്പെട്ടു. പ്രസ്തുത ലീഗ് ഏകദേശം BC 505-ലാണ് രൂപം കൊണ്ടത്. ഈ ലീഗിന് ബദലായി ഉത്തര ഗ്രീസിലെ തെസ്സാലി എന്ന നഗരരാഷ്ട്രത്തിന്റെ നേതൃത്വത്തിൽ ആംഫിക്ടോണിക് ലീഗ് എന്ന പേരിൽ മറ്റൊരു ലീഗും ഉടലെടുത്തു. തെസ്സാലിയുടെ ചുറ്റുപാടുമുള്ള നഗരരാഷ്ട്രങ്ങൾ ഈ ലീഗിലെ അംഗങ്ങളായിരുന്നു. സ്പാർട്ടൻ സംസ്കാരത്തിന്റെ കാതല് കായിക ശക്തിയും അയവില്ലാത്ത അച്ചടക്കവും അസാധാരണമായ യുദ്ധ സാമർഥ്യവുമായിരുന്നു. സ്പാർട്ടന്മാരുടെ സ്വതസിദ്ധമായ യാഥാസ്ഥിതികത്വവും നിർബന്ധ ബുദ്ധിയും കർക്കശമായ ശിക്ഷണ നിബന്ധനകളും അവരുടെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഫലിച്ചു കാണാമായിരുന്നു. വ്യക്തിരാഷ്ട്രത്തിനു വേണ്ടി ആത്മത്യാഗം ചെയ്യുന്ന ജീവിത രീതി സ്പാർട്ടൻ കുലീനതയുടെ അവിഭാജ്യ ഘടകമായിരുന്നു. ഈ വിധത്തിൽ ജീവിച്ചിരുന്ന സ്പാർട്ടന്മാർ ശത്രുക്കളെ അടിമകളാക്കിയതോടുകൂടി അവരെ തന്നെ അടിമകളാക്കുകയാണ് ചെയ്തത്. മറ്റു രാഷ്ട്രങ്ങൾ കലയും കൈത്തൊഴിലും കച്ചവടവും കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കുകയും സുഖസൗകര്യങ്ങൾ അനുഭവിക്കുകയും ചെയ്തപ്പോൾ സ്പാർട്ടൻ ജനത സുഖഭോഗങ്ങളെ മാത്രമല്ല കലയെയും
പ്രേമം, കുടുംബസ്നേഹം മുതലായ മൃദുല വികാരങ്ങളെയും പാടെ പരിത്യജിച്ചുകൊണ്ടുള്ള ജീവിതമാണ് നയിച്ചത്. അതിനാൽ സാഹിത്യം, കല, സംസ്കാരം എന്നീ മണ്ഡലങ്ങളിൽ സ്പാർട്ടന്മാരുടെ സംഭാവന മിക്കവാറും ശൂന്യമായിരുന്നു. സ്പാർട്ടന്മാരുടെ ചരിത്രത്തിൽ കവികളോ ശില്പകലാകാരന്മാരോ ആയ ആരുടെയും നാമധേയം സ്മരണീയമായിട്ടില്ല. അവരുടെ പട്ടാള ചിട്ടയിലുള്ള ജീവിതത്തിൻ്റെ നാശം ഒരു സ്വാഭാവിക പരിണാമം മാത്രമായിരുന്നു. ഇനി ഏതൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഏകദേശം 1000 ചതുരശ്ര മൈൽ വിസ്തീർണത്തിൽ ഈജിയൻ കടലിലേക്ക് ഉന്തി നിൽക്കുന്ന ഒരു ഉപദ്വീപായിരുന്നു അറ്റിക്ക. മലമ്പ്രദേശത്തെ മനോഹരമായ മാർബിൾ കല്ലുകളും രജതഖനികളും, ഗ്രീസിലെ ഏറ്റവും എത്തരമായ കളിമണ്ണും, ഗോതമ്പ് വയലുകളും, ഒലീവ് തോപ്പുകളും, മുന്തിരിത്തോട്ടങ്ങളും കൊണ്ട് അനുഗ്രഹീതമായ അറ്റിക്കയിലെ 12 നഗരരാഷ്ട്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഏതൻസ്. BC 700-ാം ആണ്ടിനോടടുത്ത് മേധാവിത്വത്തിന് കീഴിൽ അറ്റിക്കയിലെ എല്ലാ നഗരരാഷ്ട്രങ്ങളും സംയോജിച്ചു. അതുമുതൽ അറ്റിക്കയിലെ ഏതു ഭാഗത്ത് അധിവസിച്ചിരുന്ന ആളും ഏതൻസിലെ പൗരനായിട്ടാണ് ഗണിക്കപ്പെട്ടിരുന്നത്. മറ്റു നഗരരാഷ്ട്രങ്ങളിൽ എന്ന പോലെ ഏതൻസിലും ആദ്യം രാജഭരണമായിരുന്നു. എന്നാൽ BC 7-ാം നൂറ്റാണ്ടിൽ രാജഭരണത്തിന്റെ സ്ഥാനത്ത് പ്രഭുജനാധിപത്യം ആവിർഭവിക്കുകയും ഭരണം ഏതാനും വൻകിട ജന്മിമാരുടെ കൈപ്പിടിയിൽ അമർന്നു പോവുകയും ചെയ്തു. ഈ ഭരണം ഒരു മർദ്ദക ഭരണമായിരുന്നു. BC 7-ാം നൂറ്റാണ്ട് വരെ ഏതൻസിലെ നിയമങ്ങൾ അലിഖിതങ്ങളായ ആചാരങ്ങളായിരുന്നു. BC 621-ലാണ് ഏതൻസിന് ഒരു ലിഖിത നിയമ സംഹിതയുണ്ടായത്. ഡ്രാക്കോവിന്റെ നിയമങ്ങൾ കഠിനവും പാപങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രൂരവുമായിരുന്നു. എന്നിരുന്നാലും ഏതൻസിന് വ്യക്തമായ ഒരു നിയമസംഹിത ആദ്യമായി പ്രദാനം ചെയ്ത മഹാൻ എന്ന ബഹുമതി ഡ്രാക്കോയ്ക്ക് തന്നെയാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ പിൻഗാമിയായ സോളൻ വിശാലഹൃദയനും സാധുജന ബന്ധുവായ ഒരു നിയമ പരിഷ്കർത്താവുമായിരുന്നു. BC 594 അദ്ദേഹം ഭരണപരിഷ്കാരത്തിനുള്ള പരിപൂർണ അധികാരത്തോടു കൂടി ഏതൻസിലെ മജിസ്ട്രേറ്റായി നിയമിക്കപ്പെട്ടു. അദ്ദേഹം ധനിക കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ദരിദ്രരോട് അത്യന്തം അനുകമ്പയുള്ള ആളായിരുന്നു. ഋണബാധിതയ്ക്ക് തടവ് ശിക്ഷ അനുഭവിച്ചവരെ അദ്ദേഹം മോചിപ്പിച്ചു. ജന്മികൾ കൈവശം വെച്ചുകൊണ്ടിരുന്ന ഭൂമിക്ക് ഒരു പരിധി നിശ്ചയിച്ചു. ഏതൻസിന്റെ വിദേശ വ്യാപാരം അഭിവൃദ്ധിപ്പെടുവാൻ ഒരു പുതിയ തരം നാണയം അദ്ദേഹം നടപ്പിലാക്കി. മടിയന്മാർക്ക് കഠിന ശിക്ഷയാണ് അദ്ദേഹം വിധിച്ചത്. ഓരോ പൗരനും തന്റെ പുത്രനെ ഏതെങ്കിലും തൊഴിലോ വ്യാപാരമോ പരിശീലിപ്പിക്കാൻ ബാധ്യസ്ഥനായിരുന്നു. തൊഴിൽ വിദഗ്ധന്മാരായ വിദേശീയർ ഏതൻസിൽ സ്ഥിരതാമസം ഉറപ്പിക്കാൻ സന്നദ്ധരാണെങ്കിൽ അവർക്കും കുടുംബത്തിനും ഏതൻസിലെ പൗരാവകാശം നൽകാൻ അദ്ദേഹം തയ്യാറായിരുന്നു. രാജ്യത്ത് കൈത്തൊഴിലും കച്ചവടവും അഭിവൃദ്ധിപ്പെടാൻ ഇത് വളരെയധികം സഹായിച്ചു. സോളൻ ഭരണഘടനയിൽ സുപ്രധാനമായ പരിഷ്കാരങ്ങൾ വരുത്തി. അത് പ്രകാരം പ്രഭുക്കന്മാർക്ക് ലഭിക്കുകയും പാവപ്പെട്ടവർക്ക് അസംബ്ലിയിൽ പ്രവേശനം അനുവദിക്കുകയും ചെയ്തു. പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള അധികാരം എല്ലാ പൗരന്മാരും അംഗങ്ങളായ അസംബ്ലിയിലാണ് നിക്ഷിപ്തമായിരുന്നത്. പ്രായപൂർത്തിയായ എല്ലാ പുരുഷന്മാർക്കും വോട്ടവകാശമുണ്ടായിരുന്നു. ജനപ്രതിനിധികളായിരുന്നു സുപ്രീം കോടതി ജഡ്ജിമാരെ തിരഞ്ഞെടുത്തിരുന്നത്. മജിസ്ട്രേറ്റുമാരുടെ വിധിയിന്മേൽ അപ്പീൽ കേൾക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടായിരുന്നു. ഇങ്ങനെ സോളന്റെ ഭരണപരിഷ്കാരങ്ങൾ പരിമിതമായ തോതിലെങ്കിലും രാഷ്ട്രീയ അധികാരം സാമാന്യ ജനങ്ങൾക്ക് പകർന്നുകൊടുത്തു. എന്നിരുന്നാലും അധികാരത്തിന്റെ താക്കോൽ പിന്നെയും പണക്കാരുടെയും ആഭിജാതരുടെയും കയ്യിലായിരുന്നു. ഏതായാലും സോളന്റെ ഭരണപരിഷ്കാരങ്ങൾ ജനാധിപത്യ ഭരണത്തിലേക്ക് വഴിതെളിച്ചു എന്ന് പറയാം. സോളന്റെ മരണത്തിന് ശേഷം കുറേ നാൾ ഏതൻസിൽ ടൈറന്റ് ഭരണമായിരുന്നു. BC 560-ാം ആണ്ടിൽ പിസിസ്ട്രാറ്റസ് എന്ന പേരായ സ്വച്ഛാധിപതി ഏതൻസിൽ ഏകാധിപത്യം സ്ഥാപിച്ച് BC 527 വരെ ഭരിച്ചു. എന്നാൽ അദ്ദേഹം നിലവിലുള്ള ഭരണഘടനയെ തകർക്കാതെ അതിന്റെ ചട്ടക്കൂടിൽ സ്വച്ഛാധിപത്യം സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഭരണത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ തന്റെ ഹിതാനുവർത്തികളെ അവരോധിച്ച് അദ്ദേഹം അധികാരം കൈയടക്കി. ജനക്ഷേമകരമായ പല പരിഷ്കാരങ്ങളും അദ്ദേഹം നടപ്പിലാക്കി. അദ്ദേഹം ജനസമ്മതി ആർജിച്ചു. കാർഷിക അഭിവൃദ്ധിക്ക് പലവിധ പ്രോത്സാഹനവും നൽകി. ഒലിവ് കൃഷി വർദ്ധിച്ചു. ഒലിവെണ്ണ വൻതോതിൽ കയറ്റുമതി ചെയ്തു. അറ്റിക്കയിലെ മേത്തരം കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഭരണികളിൽ വീഞ്ഞും എണ്ണയും കപ്പലിൽ കയറ്റി ധാരാളമായി അന്യരാജ്യങ്ങളിലേക്ക് അയച്ചതുകൊണ്ട് കളിമൺ പാത്രങ്ങളുടെ വ്യവസായം വികസിച്ചു. പിസിസ്ട്രാറ്റസ് അറ്റിക്കയിലെ വിവിധ ഭാഗങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിരവധി റോഡുകൾ നിർമ്മിച്ചു. കലാമേന്മയുള്ള പല ദേവാലയങ്ങളും പണിയഴിപ്പിക്കുകയും ജനപ്രീതി നേടാൻ തക്കവിധം മതോത്സവങ്ങൾ കൂടുതൽ വിപുലമാക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് ആനുകൂല്യം കാണിക്കാതിരുന്ന പ്രഭുക്കന്മാരെ നാടുകടത്തി. അവരുടെ ഭൂമി സാധു കൃഷിവേലക്കാർക്ക് വീതിച്ചു കൊടുത്തു. അവർക്ക് കൃഷി ചെയ്യാൻ വേണ്ട വിത്തും വളവും കന്നുകാലികളും നൽകപ്പെട്ടു. പിസിസ്ട്രോസിന്റെ കാര്യക്ഷമമായ വിദേശ നയം കൊണ്ട് ഏതൻസിന്റെ അന്തസ്സും പ്രൗഢിയും വർദ്ധിച്ചു. BC 527 അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പുത്രന്മാരായ ഹിപ്പിയാസും ഹിപ്പാർക്കസും കൂട്ടായി ഭരണാധികാരം ഏറ്റെടുത്തു. അവരുടെ സ്വേച്ഛാധിപത്യം നീണ്ടുനിന്നില്ല.
ഹിപ്പാർക്കസ് വധിക്കപ്പെട്ടു. ഹിപ്പിയാസിനെ സ്പാർട്ടയുടെ സഹായത്തോടുകൂടി ഏതാനും പ്രഭുക്കന്മാർ സ്ഥാനഭ്രഷ്ടരാക്കി. കലങ്ങിമറിഞ്ഞ ഈ അന്തരീക്ഷം തെളിഞ്ഞത് സോളന്റെ ഭാഗിനേയനായ ക്ലൈസ്തനീസ് ഭരണാധികാരി ആയപ്പോഴാണ്. സാമാന്യ ജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം ഭരിച്ചത്. ജനങ്ങൾക്ക് അധികാരം കൈമാറുന്ന പല പരിഷ്കാരങ്ങളും അദ്ദേഹം കൈവരുത്തിയതുകൊണ്ട് ഗ്രീക്ക് ഡെമോക്രസിയുടെ പിതാവ് എന്ന സ്ഥാനപ്പേരിന് അദ്ദേഹം അർഹനായി. ഓസ്ട്രസിസം എന്ന സമ്പ്രദായം ഏതൻസിൽ ഏർപ്പെടുത്തിയത് അദ്ദേഹമാണ്. പൗരസമിതിയുടെ അഭിപ്രായത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് രാജ്യത്തിന് ആപൽക്കാരിയാണെങ്കിൽ അയാളെ 10 കൊല്ലത്തേക്ക് നാടുകടത്തുന്ന വ്യവസ്ഥയാണ് ഓസ്ട്രസിസം. വിചിത്രമായ ഒരു വ്യവസ്ഥയാണിതെന്നും രാജ്യത്ത് ആഭ്യന്തര കലഹം ഇല്ലാതിരിക്കാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. ക്രൈസ്തനിസത്തിന്റെ പരിഷ്കാരങ്ങൾ നിമിത്തം BC 6-ാം നൂറ്റാണ്ടിന്റെ അന്ത്യമായപ്പോഴേക്കും ഏതൻസിൽ പ്രത്യക്ഷ ജനാധിപത്യ ഭരണം സ്ഥാപിതമായി. എല്ലാ പൗരന്മാരും ഒറ്റ സ്ഥലത്ത് ഒന്നിച്ചുകൂടി നിയമനിർമ്മാണം നിർവഹിക്കുകയും അപകടകാരികളായ രാഷ്ട്രീയ പ്രവർത്തകരെ നാടുകടത്താൻ തീർപ്പ് കൽപ്പിക്കുകയും മറ്റും ചെയ്യുന്ന ഭരണ സമ്പ്രദായമായിരുന്നു ഏതൻസിലെ പ്രത്യക്ഷ ജനാധിപത്യ ഭരണം. ഈ ഭരണ സമ്പ്രദായത്തിന്റെ സുവർണകാലം പെരിക്ലിയസിന്റെ കാലഘട്ടമായിരുന്നു. ഗ്രീസിനെ ആക്രമിച്ച പേർഷ്യക്കാരെ ഗ്രീക്കുകാർ മാരത്തോൺ യുദ്ധത്തിൽ തോൽപ്പിച്ചതായിട്ട് മുമ്പൊരിക്കൽ പറഞ്ഞു. ഗ്രീക്കുകാരന്റെ ചതിപ്രയോഗം നിമിത്തം തെർമോപ്പിലെ യുദ്ധത്തിൽ സ്പാർട്ടൻ രാജാവായ ലിയോണിദാസിന്റെ നേതൃത്വത്തിൽ പേർഷ്യക്കാരോട് യുദ്ധം ചെയ്ത ഗ്രീക്കുകാരെ വീരചരമമടഞ്ഞുവെന്നും നാം കണ്ടു കഴിഞ്ഞു. വിജയം നേടിയ പേർഷ്യൻ സൈന്യം ഏതൻസ് നഗരം കൊള്ള ചെയ്യുകയും ചുട്ടരിക്കുകയും ചെയ്തു. എന്നാൽ അടുത്ത വർഷം ഗ്രീക്കുകാർ കടലിലും കരയിലും വെച്ച് പേർഷ്യക്കാരെ പരാജയപ്പെടുത്തി. തുടർന്ന് ഗ്രീക്കുകാർ മെഡിറ്ററേനിയൻ കടലിൽ ആധിപത്യം സ്ഥാപിക്കുകയും ഏതൻസ് നഗരം മറ്റുള്ള ഗ്രീക്ക് നഗരങ്ങളുടെ മേൽ മേധാവിത്വം സ്ഥാപിക്കുകയും ചെയ്തു. അഥീനിയന്മാർ, അതായത് ഏതൻസ്കാർ, തകർന്നുപോയ തങ്ങളുടെ നഗരത്തെ ഉദ്ധരിച്ചെടുത്തു. അന്ന് തുടങ്ങി ഏതൻസ് അഭൂതപൂർവമായി പുരോഗമിച്ചു. അതുമുതൽ ഒരു അഥീനിയൻ സാമ്രാജ്യ യുഗം ആവിർഭവിക്കുകയായി. ഇവരെ എല്ലാവരെയും സംയോജിപ്പിച്ച് ഡോറിയൻ ലീഗ് എന്നു പേരായ ഒരു സംഘടന ഉടലെടുത്തു. പേർഷ്യൻ യുദ്ധം അവസാനിച്ചിട്ടും ഒരു സംഘടന പിരിച്ചുവിടപ്പെട്ടില്ല. പ്രസ്തുത ഏതൻസിന്റെ മേധാവിത്വത്തിലുള്ള ഒരു നാവിക സാമ്രാജ്യമായി രൂപപ്പെടുകയാണ് ചെയ്തത്. മറ്റുള്ള നഗര രാഷ്ട്രങ്ങൾ ഏതൻസിന്റെ സാമന്ത രാജ്യങ്ങളായി തീർന്നു. അഥീനിയൻ സാമ്രാജ്യത്തിന്റെ ഉദയം സ്പാർട്ടൻ കോയ്മയിൽ പരിഭ്രാന്തി ഉളവാക്കി. അങ്ങനെ ഏതൻസും സ്പാർട്ടയും തമ്മിൽ മത്സരം ആരംഭിച്ചു. BC 431 മുതൽ 2 രാഷ്ട്രങ്ങളും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. അത് BC 404 വരെ നീണ്ടുനിന്നു. ഈ യുദ്ധം പെലപ്പനേഷ്യൻ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. പെലപ്പനേഷ്യൻ ലീഗുമായി നടന്ന യുദ്ധമായതുകൊണ്ടാണ് പെലപ്പനേഷ്യൻ യുദ്ധം എന്ന പേര് വന്നത്. BC 421 ഏതൻസ് ശത്രുപക്ഷവുമായി ഒരു താൽക്കാലിക സന്ധിയിലേർപ്പെട്ടു. എന്നാൽ താമസിയാതെ യുദ്ധം പുനരാരംഭിച്ചു. ലീഗിന്റെ അധീനതയിലായിരുന്ന സിസിലിയുടെ നേർക്ക് ഏതൻസ് നടത്തിയ ആക്രമണം പരിതാപകരമായ പരാജയത്തിൽ കലാശിച്ചു. ഇതോടുകൂടി അഥീനിയൻ കോയ്മയുടെ അധപതനം ആരംഭിക്കുകയും ഏതൻസ് സ്പാർട്ടയ്ക്ക് കീഴടങ്ങുകയും സ്പാർട്ടയുടെ സാമന്ത രാജ്യമായി തീരുകയും ചെയ്തു. പക്ഷേ യുദ്ധത്തിൽ ജയിച്ചവർക്കും തോറ്റവർക്കും ഒരുപോലെ നാശം സംഭവിച്ചു. സ്വതന്ത്ര രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളുടെ നിലനിൽപ്പ് ഇതോടുകൂടി അവസാനിച്ചു. ഇനി നമുക്ക് പെരിക്ലിയൻ യുഗത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ഗ്രീസിൽ പെരിക്ലിയസിന്റെ ഭരണകാലത്തിനാണ് പെരിക്ലിയൻ യുഗം എന്ന് പറയുന്നത്. അദ്ദേഹം ഉന്നതകുല ജാതനും വിദ്യാസമ്പന്നനുമായിരുന്നു. പിതാവായ സാന്തിപ്പസ് എന്ന നാവിക സേനാ നായകനായിരുന്നു. മാതാവായ അഗാരിസ്റ്റയുടെ മാതൃനായിരുന്നു സുപ്രസിദ്ധ ഭരണകർത്താവായ ക്ലൈസ്തനിസ്. ആജീവനാന്തം പെരിക്ലിസിന്റെ സഹചാരികള് കലാകാരന്മാരും ചിന്തകന്മാരുമായ വ്യക്തികളായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉപദേശകനായി തീർന്ന ഡെമോനിഡ്സിന്റെ കീഴിലാണ് അദ്ദേഹം സംഗീതം അഭ്യസിച്ചത്. ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിരുന്ന അനക്സഗോറസിൽ നിന്നാണ് അദ്ദേഹം യുക്തിചിന്തയും ശാസ്ത്രീയ ബുദ്ധിയും ശീലിച്ചത്. പെരിക്ലിസ് BC 641 തന്റെ 30ാമത്തെ വയസ്സിൽ ഏതൻസിന്റെ അനിഷേധ്യ നേതാവും ഭരണാധികാരിയുമായി. അടുത്ത 30 വർഷക്കാലം അദ്ദേഹത്തിന്റെ ഭരണകാലമായിരുന്നു. ഇത്രയും ഐശ്വര്യപൂർണമായ കാലഘട്ടം ഗ്രീക്ക് ചരിത്രത്തിൽ മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. മനുഷ്യവർഗത്തിന്റെ സാംസ്കാരിക രംഗത്ത് ഇതപര്യന്തം എത്തിയിട്ടില്ലാത്ത ഔന്നത്യങ്ങളിലേക്ക് പെരിക്ലിസ് ഗ്രീക്ക് ജനതയെ ഉയർത്തി. എല്ലാ മണ്ഡലങ്ങളും വളർച്ചയുടെ പൂർണ്ണത പ്രാപിച്ച കാലമായിരുന്നു അത്. അതിനാൽ ഏതൻസിന്റെ സുവർണകാലം എന്ന് ഈ കാലത്തെ ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത് സർവ്വതാ അനർത്ഥമാണ്. ഈ കാലഘട്ടം പെരിക്ലിയൻ യുഗം എന്നറിയപ്പെടുന്നതിന് കാരണം പെരിക്ലിസ് എന്ന മഹാവ്യക്തിയിൽ കേന്ദ്രീകൃതമായ നേട്ടങ്ങളുടെ കാലഘട്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ അസാധാരണമായ ബുദ്ധി സാമർഥ്യവും അത്ഭുതകരമായ പ്രസംഗപാഠവും അചഞ്ചലമായ ധീരോദാത്തതയും സർവോപരി സ്വഭാവശുദ്ധിയും മൂലം അദ്ദേഹം ഗ്രീക്കുകാരുടെ ആരാധ്യനായി തീർന്നു. BC 467 മുതൽ 428 വരെ ഏതൻസിലെ 10 സേനാനായകന്മാരിലെ ഒരാളായി വീണ്ടും തിരഞ്ഞെടുത്തു എന്ന ബഹുമതിക്കും പെരിക്ലിസ് അർഹനായി തീർന്നു. പെരിക്ലിസിന്റെ കീഴിൽ ഏതൻസ് നഗരം
ഹെല്ലാസിന്റെ പാഠശാല എന്ന പദവിയുമായി തീർന്നു. ചെറുപ്പം മുതൽക്കേ ഏതൻസിലെ കുട്ടികൾക്ക് ശരിയായ പൗരഭൂതത്തിൽ ശിക്ഷണം നൽകിയിരുന്നു. മറ്റു നഗരരാഷ്ട്രങ്ങളിലെ പൗരന്മാര് ശിക്ഷണാർത്ഥം ഏതൻസിലേക്ക് വന്നു. വ്യക്തിക്ക് രാഷ്ട്രത്തിൽ നിന്നും വേർതിരിഞ്ഞൊരു ജീവിതമില്ലെന്നും വ്യക്തിയുടെ ഏറ്റവും മഹത്തായ ഗുണം സ്വരാജ്യ സ്നേഹമാണെന്നും പെരിക്ലസ് മനസാ വാച കർമ്മണ ഏതൻസിലെ ജനതയെ ഉത്ബോധിപ്പിച്ചു. രാഷ്ട്രീയ രംഗത്ത് പരിപൂർണ പ്രജാപ്രഭുത്വ ഭരണം നടപ്പിലാക്കപ്പെട്ടത് പെരിക്ലിയൻ യുഗത്തിലാണ്. പരമാധികാരം എക്ലീസിയ എന്നു പേരായ ജനകീയ സഭയിലാണ് നിക്ഷിപ്തമായിരുന്നത്. ഏതൻസിലെ എല്ലാ പൗരന്മാരും ഇതിലെ അംഗങ്ങളായിരുന്നു. കൊല്ലത്തിൽ 40 പ്രാവശ്യം ഈ സഭ സമ്മേളിച്ച് നിയമനിർമ്മാണം നടത്തുകയും വിദേശകാര്യം, യുദ്ധം, ഭക്ഷ്യകാര്യം മുതലായവയെപ്പറ്റി തീരുമാനം എടുക്കുകയും ചെയ്തിരുന്നു. ഏതൊരു ഉദ്യോഗസ്ഥനെയും സ്ഥാനഭ്രഷ്ടനാക്കുന്നതിനും ഉദ്യോഗസ്ഥന് വധശിക്ഷ നൽകുന്നതിനും ഈ സഭയ്ക്ക് അധികാരമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതിന്റെ അധികാരപരിധിയിൽ പെടാത്തതായി യാതൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ സമ്പൂർണ്ണ രൂപമാണ് എക്ലീസിയയിൽ നാം ദർശിക്കുന്നത്. ഭരണത്തിന്റെ രുചി ഭക്ഷണം കഴിക്കുന്നവരാണ് നിർണ്ണയിക്കേണ്ടതെന്ന തത്വത്തിൽ അധിഷ്ഠിതമായ ഭരണ സമ്പ്രദായമായിരുന്നു അത്. ഭരണത്തിന്റെ വിശദാംശങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ബ്യൂള എന്നു പേരായി 500 അംഗമുള്ള ഒരു സമിതിയായിരുന്നു. 30 വയസ്സിലധികം പ്രായമുള്ള പൗരന്മാരിൽ നിന്ന് നറുക്കെടുപ്പ് വഴി തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു ബ്യൂളയിലെ അംഗങ്ങൾ. അവരാണ് ജനകീയ സമിതിയുടെ പ്രവർത്തനത്തിന് സാരഥ്യം നൽകിയിരുന്നത്. പൊതുമരാമത്ത് പണികൾ നടത്തുക, യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണത്തിന്റെ ചുമതല വഹിക്കുക, രാജ്യദ്രോഹ കുറ്റത്തിന്റെ പ്രതിയായവരെ വിചാരണയ്ക്കായി എക്ലീസിയയുടെ മുമ്പിൽ ഹാജരാക്കുക, മജിസ്ട്രേറ്റുമാരെ തിരഞ്ഞെടുക്കുന്ന നടപടികളുടെ മേൽനോട്ടം വഹിക്കുക എന്നിവയായിരുന്നു ബ്യൂളയുടെ കർത്തവ്യങ്ങൾ. ഏതൻസിൽ വളരെയധികം ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരായ 10 സേനാനായകന്മാരെയും വാട്ടർ സപ്ലൈ സൂപ്രണ്ടിനെയും വർഷം തോറും ജനകീയ സമിതി തിരഞ്ഞെടുക്കുകയായിരുന്നു പതിവ്. മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരെ നറുക്കെടുപ്പ് വഴിയാണ് തിരഞ്ഞെടുത്തിരുന്നത്. ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം ഉണ്ടായിരുന്നു. അവരുടെ ഉദ്യോഗസ്ഥ കാലാവധി പരിമിതമായിരുന്നതുകൊണ്ട് ഏതൻസിലെ എല്ലാ പൗരന്മാർക്കും ഉദ്യോഗസ്ഥന്മാരായി സേവനമനുഷ്ഠിക്കാനുള്ള അവസരം ലഭിച്ചു. നറുക്കെടുപ്പ് സമ്പ്രദായം കാര്യക്ഷമതാ തത്വത്തിന് നിരക്കാത്തതാണെങ്കിലും സ്വന്തക്കാരെയും പാർശ്വവർത്തികളെയും അധികാരസ്ഥാനത്തിരിക്കുന്നവർ ഉദ്യോഗത്തിന് നിയമിക്കുന്ന അഴിമതിക്ക് ഇത് പ്രതിവിധിയായിരുന്നു. മാത്രമല്ല, നിയമനം 1 കൊല്ലത്തേക്ക് മാത്രമായിരുന്നതിനാൽ കഴിവില്ലാത്തവരെ നിയമിച്ചാൽ തന്നെ അതുകൊണ്ട് ദൂരവ്യാപകമായ ദോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ന്യായാധിപന്മാരുടെ നിയമനത്തിനും നറുക്കെടുപ്പ് സമ്പ്രദായമായിരുന്നു സ്വീകരിച്ചിരുന്നത്. നീതിന്യായം നടത്തിയിരുന്നത് 401, 501 ചിലപ്പോൾ അതിലധികമോ അംഗങ്ങളുള്ള ജൂറികളായിരുന്നു. ഏതൻസിലെ പൗരന്മാരിൽ നിന്ന് 6000 പേർ ജൂറിയിലെ അംഗങ്ങളെന്ന നിലയിൽ സേവനമനുഷ്ഠിക്കാൻ നറുക്കെടുപ്പ് പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അവർക്ക് തുച്ഛമായ വേതനമേ നൽകിയിരുന്നുള്ളൂ. അവർ പ്രത്യേക നിയമപരിജ്ഞാനമുള്ളവരായിരിക്കണമെന്നുള്ള നിബന്ധനയൊന്നും ഉണ്ടായിരുന്നില്ല. കേസ് വാദിക്കുന്നത് കക്ഷികൾ തന്നെയായിരുന്നു, അഭിഭാഷകരായിരുന്നില്ല. പെരിക്ലസ് നടപ്പിൽ വരുത്തിയ പ്രത്യക്ഷ ജനാധിപത്യം അരാജകത്വത്തിന്റെയും അഴിമതിയുടെയും വിത്ത് വിതയ്ക്കുകയല്ല ചെയ്തത്. പ്രത്യുത നിഷ്കൃഷ്ടമായ ധാർമ്മിക ബോധത്തോടും ശിക്ഷണത്തോടും കൂടി പെരിക്ലിയൻ യുഗത്തിലെ അഥീനിയൻ പൗരന്മാര് രാഷ്ട്രീയ അധികാരം ഉപയോഗിക്കുകയാണ് ഉണ്ടായത്. പെരിക്ലിയസിന്റെ രാഷ്ട്രീയ പരിഷ്കാരങ്ങളെപ്പോലെ തന്നെ സുപ്രധാനങ്ങളായിരുന്നു അദ്ദേഹം വരുത്തിയ സാമ്പത്തിക പരിഷ്കാരങ്ങളും. ഏതൻസിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ അദ്ദേഹം പലതും ചെയ്തു. അറ്റിക്കയിലെ ജനപ്പെരുപ്പം നിയന്ത്രിക്കാൻ ദരിദ്രരായ അനേകം പേരെ വിദേശങ്ങളിൽ കോളനികൾ ഉണ്ടാക്കി അവിടെ പാർപ്പിച്ചു. രാഷ്ട്രത്തിന്റെ വകയായി നിരവധി ദേവാലയങ്ങളും പൊതുമന്ദിരങ്ങളും കപ്പൽ സമൂഹവും പണിയുന്ന പദ്ധതി നടപ്പിൽ വരുത്തി അനേകം തൊഴിൽ രഹിതർക്ക് തൊഴിൽ നൽകി. ഏതൻസ് നഗരം മനോഹരമാക്കുന്നതിൽ പെരിക്ലിസിന്റെ പ്രത്യേക ശ്രദ്ധ പതിഞ്ഞു. അദ്ദേഹം ഏതൻസ് നഗരത്തെ ഹെല്ലാസിന്റെ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റി. ഏതൻസിലെ ശില്പകലാകാരന്മാരുടെയും തൊഴിൽ രഹിതരുടെയും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തി ഹൃദയഹാരിയായ മന്ദിരങ്ങളും പ്രതിമകളും മറ്റു കലാശില്പങ്ങളും നിർമ്മിച്ച് നഗരത്തെ സൗന്ദര്യത്തിന്റെ സ്വർഗ്ഗലോകമാക്കി മാറ്റിയത് പെരിക്ലിസാണ്. അദ്ദേഹത്തിന്റെ രക്ഷാധികർത്തൃത്വത്തിൽ ഏതൻസിലെ കലയും സാഹിത്യവും തത്വജ്ഞാനവും വികാസ പരിണാമത്തിന്റെ പാരമ്യത്തിലെത്തി. നല്ല ഭടന്മാരും നല്ല നാവികന്മാരും സർവോപരി നല്ല പൗരന്മാരുമാകാൻ പര്യാപ്തമായ വിധം ഏതൻസിലെ ബാലന്മാർക്ക് നല്ല വിദ്യാഭ്യാസം നൽകിയിരുന്നു. പെരിക്ലിസിന്റെ നേതൃത്വത്തിലെ ഏതൻസ് അഭൂതപൂർവമായ സാമ്രാജ്യ വിസ്തൃതി വരുത്തി. ഇതുമൂലം ഏതൻസിന് സ്പാർട്ടയുടെ വിരോധം സമ്പാദിക്കാനിടയായതും അത് പെലപ്പണേഷ്യൻ യുദ്ധത്തിൽ കലാശിച്ചതും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെരിക്ലിയസിന്റെ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ യാഥാസ്ഥിതിയെ വിരളപിടിപ്പിച്ചു. സഹോദര സമുദായക്കാരായ വിവിധ ഗ്രീക്ക് ജനങ്ങൾ തമ്മിൽ സംഘടനത്തിനിടയായെന്നും പൊതുമുതൽ അനാവശ്യമായി ദൂർത്തടിച്ച് കളഞ്ഞുവെന്നും മറ്റുമുള്ള ആരോപണങ്ങൾ അവർ പെരിക്ലിസിന്റെ മേൽ ചുമത്തി. നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം പെരിക്ലിസിന്റെ കൂട്ടക്കാരെയും സഹപ്രവർത്തകരെയും ആക്രമിക്കുക എന്നതായിരുന്നു അവരുടെ അടവ്. പെരിക്ലിസിന്റെ ജനസ്വാധീനം സാവധാനത്തിൽ മങ്ങി തുടങ്ങി.
ഒടുവിൽ BC 429 ആണ്ടിൽ ആരോഗ്യവും ഹൃദയവും തകർന്ന് ഗ്രീക്ക് സംസ്കാരത്തിന്റെ മഹോന്നത പ്രതീകമായ അദ്ദേഹം കാലയവനികയിൽ മറഞ്ഞു. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി പ്രാചീന ഗ്രീസിന്റെ സാംസ്കാരിക സംഭാവനയെക്കുറിച്ചാണ് നെക്സ്റ്റ് ചാപ്റ്ററിലുള്ളത്. ഓക്കെ, താങ്ക് യു.